കുറേ ആയി കാറ്റും മഴയൊക്കെ കൊണ്ടിട്ട്. ഹലോ എല്ലാവർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ വീഡിയോ പുതുതായി കാണുന്നവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പം ഞാൻ എവിടെയുള്ളത് വെച്ചാൽ രാവിലെ തന്നെ പിന്നെ 37 നല്ല ആളാണ്. രാവിലെ തന്നെ ഒരു മിനിറ്റ് രാവിലെ തന്നെ 36 പണി ഉണ്ടെന്ന് പറഞ്ഞ് ഓൺലൈനിൽ നിങ്ങളുടെ ഹോസ്പിറ്റലിൽ പോകണമെന്ന് പറഞ്ഞ്. അപ്പോൾ ഹോസ്പിറ്റലിൽ പോയില്ല. അപ്പോൾ നേരെ ഇങ്ങോട്ട് ഫെസ്റ്റിവൽ സിറ്റിക്ക് പോകണതാണ്. ഇപ്പോഴും കോമഡിയാണ് മോനെ. ഓ അപ്പോൾ 36 കുട്ടീനെയും കൊണ്ട് കുട്ടീനെ ഗെയിം കളിക്കാൻ വേണ്ടി പറഞ്ഞേച്ചാണ്. അപ്പോൾ ഒക്കെ തുറന്നു തരുന്നുള്ളൂ. ഇങ്ങോട്ടൊക്കെ ഒരാളില്ല, തുറന്നു തരുന്നുള്ളൂ. എനിക്ക് പോകേണ്ടതാ ഇക്കേക്കാണ്. ഇക്കേക്കാണ് എനിക്ക് പോകേണ്ടത്. പിന്നെ ഇതന്നെ എൻട്രൻസ് ഇക്കേൻ്റെ. അപ്പോൾ ഇക്കേക്കാണ് പോകേണ്ടത്. എന്താ പറയുക, ഇക്കേന്ന് സാധനം വാങ്ങാണ്ട് എന്നോട് കുറച്ച് സാധനം വാങ്ങാൻ പറഞ്ഞത്. 36 ഇവിടെ ഉണ്ട്. എന്നോട് പണി കല്ലിയില്ലെന്ന് പറഞ്ഞോട്. പണി കല്ലിയില്ല, ആദ്യം നമ്മളെ പരിപാടി എടുക്കട്ടെ. അപ്പോൾ അവളങ്ങനെ ഇങ്ങോട്ട് കറങ്ങാൻ പോയിണ്. ചെക്കനെ അങ്ങോട്ട് ഗെയിമിങ്ങിനും വിട്ടണ്, ഇന്നെ ഇങ്ങോട്ടും വിട്ടണ്. അപ്പോൾ ഒരു കഥയായിരുന്നു. എന്നിട്ട് നോക്കി ചിക്കനുള്ളത് നോക്കിയാൽ ഇങ്ങനെ കാണാം മോണോപ്രി. ഈ കാണുന്നതൊക്കെ ഫെസ്റ്റിവൽ സിറ്റിൻ്റെ കേട്ടോ. അത് അലക്കുന്ന ആപ്പ് അങ്ങോട്ട് വരുന്നത്. ഓക്കെ, നോക്കിയൊക്കെ ആൾക്കാരായി വരുന്നുള്ളൂ. ഇക്ക് ഓപ്പൺ ആയിട്ടില്ല മക്കളെ, ഓപ്പൺ ആയിട്ടില്ല. ഇത് എത്ര മണിക്ക്? 10 മണിക്ക് കയറാം അല്ലേ. അപ്പം ഇന്ന് രാവിലെ തന്നെ സാധാരണ നമ്മൾ പൂട്ടിലാണ് നമ്മൾ തുറക്കുക. സാധാരണ നമ്മളിത് വന്നിട്ട് പൂട്ടലായിരുന്നു നോമ്പിന്. ഇന്നിപ്പോൾ ഇത് ഞങ്ങൾ തുറക്കാനാണ് വന്നത്. നേരം സമയം ഇതൊക്കെ 10 മണി കണ്ടോ, സമയം 10 മണിയായി. ഞാനിവിടെ വന്നിട്ട് ഇക്കേ തുറക്കണമെങ്കിൽ 10 മണിയാവും. ഇനിയും 10 മിനിറ്റ് ഞാൻ വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഇന്ന് തുറക്കുന്നത് ഞങ്ങളാണ്, കണ്ടില്ലേ. ഓക്കെ, ഞാനിത് സൂപ്പർ മാർക്കറ്റ് ആച്ചിക്കാട്ടോ. എനിക്ക് ആദ്യമായിട്ട് വരികയാണ്. ഇങ്ങനെ നോക്കി ഇത് കണ്ടിട്ട് എനിക്കൊരു ഐഡിയയും കിട്ടുന്നില്ല. കണ്ടോ, വലിയൊരു ട്രോളി എടുത്തിട്ട് നടക്കട്ടെ. ആദ്യമായിട്ട് ഐക്കേക്ക് വന്നു. മൂഞ്ചി അവസ്ഥയാണ്, എനിക്കൊന്നും മനസ്സിലാവണില്ല. ആകെ കിളിവായി കൊടുക്കുക. ഇതൊക്കെ സാധനമാണ്. ഞാൻ ഇവിടെ പോയിട്ട് എന്ത് തപ്പാനാണ്. ഞാനാകെ വണ്ടറടിച്ച് കുത്തിരിക്കുക. പട്ടച്ചോനെ, ഇതിനുള്ളിൽ കയറിയിട്ട് എനിക്കൊരു ഉടുത്തം കിട്ടുന്നില്ല. ഇരിക്കുക വേറൊരു ലോകം തന്നെയാണ്. ഇവിടെയൊക്കെ ലൈറ്റൊക്കെ എന്താ സെറ്റപ്പ്. ഞാൻ ഫസ്റ്റ് ടൈം വെറുതെ കയറുന്നൊരു തൊണ്ടു കേട്ടോ. സത്യമില്ല, ഇതിനുള്ളിൽ കയറുന്നൊരു തൊണ്ടൂലേ. അറിയാത്തവനാണെങ്കിൽ ഇപ്പം ഞാൻ തെണ്ടിയ മാതിരി. നിങ്ങളോട് ഇവിടെ ഇല്ലെങ്കിൽ എൻ്റെ അവസ്ഥ ആലോചിച്ച് നോക്കിയാണ്. ഇതൊക്കെ ഫുൾ ഓരോ സെക്ഷനുണ്ടോ. അതൊക്കെ കുട്ടിക്ക് എടുക്കാനുള്ള കിഡ്സ് ബെഡും അതിൻ്റെ സെറ്റപ്പും. ഞാനേ ആ മലയാളി ഇല്ലെങ്കിൽ ഞാനാകെ വണ്ടടിച്ച് എന്ത് ചെയ്യാനാ. ഓക്കെ ഓക്കെ, കാർട്ടൂൺ ഐറ്റംസുകൾ പൊന്നും രക്ഷയില്ല. അപ്പോൾ മക്കളെ ഇതുണ്ടോ, കട്ടിംഗ് ബോർഡ്, കത്തി 49 റിയാലിൻ്റെ കത്തി. എൻ്റെ പൊന്നു നൈഫിൻ്റെ അവസ്ഥ നോക്കിയേ. കിട്ടുക്കാച്ചി അടിപൊളി കത്തി വെക്കാനുള്ള സാധനം, ഡ്രൈയും കാര്യങ്ങളൊക്കെ ഉണ്ട്. കത്തിയൊക്കെ വെറൈറ്റി സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. അപ്പോൾ ശരിക്കും പറയാം, ഞാൻ വരുന്ന ഫസ്റ്റ് ടൈമാണ്. ഇതിനുള്ളിൽ കയറിയത് വേറെ ലോകമാണ്. നമ്മൾ സാധാ ഇപ്പറും മാതിരിയൊന്നും അല്ലത്. ഞാനുള്ള പറയാലോ, ഞാൻ ആദ്യമായിട്ടാണ്. നിൻ്റെ വണ്ടർ അടങ്ങി കിടക്കാണ്. ഇനിയിപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ എങ്ങനെയാണെന്ന് ചെക്കൗട്ട് എടുത്തോട്ട്. ഞാനാകെ പിരാന്ത് പിടിച്ചിരിക്കുകയാണ് ഇവിടെ. എൻ്റെ പൊന്നു, ആകെ വാങ്ങിയ സാധനം എന്താ, നമ്മളെ ചവിട്ടിന്ന് നമ്മളവിടെ പറയും. ഈ ചവിട്ടി എന്തിനാന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായില്ല. നമ്മളെ വണ്ടിയിലൊക്കെ ഇടുന്ന ടൈപ്പ്. പിന്നെ മെഴുകുതിരി 2 ബ്ലാക്ക് 1 വൈറ്റ് അങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങിയാണ്. ഓക്കെ, ഇക്ക് എൻ്റെ തനി സ്വരൂപം കാണണമെങ്കിൽ മുഴുവൻ കണ്ടു നോക്കി. വേറെ ലെവലാണ്. ഞാൻ എന്താ ഇവിടൊക്കെ എത്തിയണേ, അതിൻ്റെ ഉള്ളിൽ കൂടെ പോന്നിട്ട്. അങ്ങനെ നമ്മൾ പരിപാടി കൊടുത്ത് കഴിഞ്ഞു. ഓക്കെ, ഇനി നെക്സ്റ്റ് ടാർഗറ്റ് ലാപ്പ്. പകല് ഇനി ടാർഗറ്റ് ഒന്നും ഉണ്ടാവില്ല. ഇന്നിപ്പോൾ 36 ക്ഷീണം കൊണ്ട് പോയി ഫുഡേക്ക് കിടന്ന് ഇറങ്ങി രാത്രി ഇറങ്ങാണ്ടിരിക്കില്ല. രാത്രി എന്തായാലും ഇറങ്ങും. ഓക്കെ, അപ്പോൾ
സാധനം കൊണ്ടുവച്ചിട്ട് കുറച്ച് നേരം കിടക്കണം. നല്ല ക്ഷീണമുണ്ട്. 6 മണിക്ക് വിളിച്ചു. നല്ല ക്ഷീണമുണ്ട്. രാവിലെ തന്നെ നീതിച്ചാണ്ട് ചെടി അടിപ്പിക്കണം. അതിനും വിളിക്കുന്നുണ്ട്. അതെങ്കിലും കുറച്ച് നേരം കിടക്കണം കേട്ടോ. അങ്ങനെ മാഷാ അല്ലാ മക്കളെ മഴ പെയ്തിട്ടാ. ഓക്കെ, സ്ട്രോങ് ആവാണ്ടിരിക്കട്ടെ. നല്ല രീതിയിൽ മഴ ഇതിങ്ങോട്ട് പെയ്ത് പോയിക്കോട്ടെ. ഒമാനിലും ദുബായിൻ്റെ ഒക്കെ അവസ്ഥ വളരെ മോശം. ഓക്കെ, അങ്ങനെ ഈ വഴിയിൽ കുഴപ്പമില്ല. കുറച്ചുകൂടെ കൂടി കഴിഞ്ഞാൽ എല്ലാം ബുദ്ധിമുട്ടാവും. പിന്നെ നമുക്ക് അല്ലെങ്കിലേ വണ്ടി കേൾക്കുന്നൊരു ബുദ്ധിമുട്ടുണ്ട്. ഓക്കെ, കാറ്റുണ്ട്, നല്ല കാറ്റുണ്ട്. മഴ സ്ട്രോങ് ആവാണ്ടിരിക്കട്ടെ. എല്ലാവരും പ്രാർത്ഥിക്കുക, ഒമാനും വേണ്ടി പ്രാർത്ഥിക്കുക. എൻ്റെ മക്കളെ പണി പാളി അവസ്ഥയാണുള്ളത്. നോക്കിയേ, അവിടെ നല്ല വെളിച്ചുണ്ട് കേട്ടാ. അങ്ങോട്ട് ദോ ഏരിയയാണ്, ദഫ്ന ഏരിയ ആണ്. അത് നല്ല കാറ്റാണ്, നല്ല കാറ്റാണ്. ഒരു കുറവില്ല കാറ്റിന്. മൊത്തം മൂടി കിടക്കുന്നതാണ്. അല്ല, നല്ല കാറ്റാ. കാറ്റിന്റെ സൗണ്ട് കേൾക്കുന്നുണ്ടോ? പൊന്നു ഫുള്ള് മൂടി കിടക്ക. ഞാൻ അങ്ങോട്ട് പെയ്തോളും. നല്ല കാറ്റാ. അടുത്തിട്ടാണെങ്കിൽ അതിൻ്റെ അപ്പുറത്ത് ഞാൻ വണ്ടി കയറി കുത്തിരിക്കട്ടെ. രക്ഷയില്ല. ഓക്കെ, കുറേ ആയി കാറ്റും മഴയൊക്കെ കൊണ്ടിട്ട്. നാട്ടിൽ പോയിട്ട് കൊള്ളാച്ച ഇവിടെ തന്നെ ഒക്കെ കൊണ്ടിട്ട് പോവുള്ളൂ തോന്നുന്നു. അപ്പം ശരി, ഓക്കെ.